കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ 2 റോഡുകളുടെ നവീകരണത്തിന് 5.6 കോടി രൂപയുടെ ഭരണാനുമതിയായി. കോട്ടായിത്താഴം പള്ളിത്താഴം ഭാഗം നവീകരണത്തിനും തെങ്ങിലക്കടവ് കണ്ണിപറമ്പ് കൈത്തൂട്ടിമുക്കലും നവീകരണത്തിനുമാണ് ഭരണാനുമതി ലഭിച്ചതെന്ന് PT റഹീം MLA അറിയിച്ചു. കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ 2 റോഡുകളുടെ പ്രവൃത്തിക്കാണ് 5.6 കോടി രൂപയുടെ ഭരണാനുമതിയായത്. മാങ്കാവ് കണ്ണിപ്പറമ്പ് റോഡിന്റെ കോട്ടോയിത്താഴം പള്ളിത്താഴം ഭാഗം നവീകരണത്തിന് 4.7 കോടി രൂപയും തെങ്ങിലക്കടവ് കണ്ണിപ്പറമ്പ് കൈത്തൂട്ടിമുക്ക് റോഡിന് 90 ലക്ഷം രൂപയുമാണ് അനുവദിച്ചത്. കോഴിക്കോട് മാവൂർ റോഡിൽ ആനക്കുഴിക്കര മുതൽ മാവൂർ വരെയുള്ള ശേഷിക്കുന്ന ഭാഗത്തെ ടാറിങ്ങിനുള്ള ഭരണാനുമതി തേടിയെങ്കിലും ഇതുവരെ ലഭ്യമായിട്ടില്ല. കുന്നമംഗലം മണ്ഡലത്തിലെ 4 റോഡുകളുടെ നവീകരണത്തിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് PT റഹീം MLA ജനുവരി 13-ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിൽ 1-3 ക്രമ നമ്പറിലുള്ള 2 റോഡുകൾക്കാണ് ഇപ്പോൾ ഭരണാനുമതി കിട്ടിയത്. ഈ 2 റോഡുകളുടെയും ടെൻഡറിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി MLA അറിയിച്ചു. MLA സമർപ്പിച്ച പ്രപ്പോസലിൽ കോഴിക്കോട് മാവൂർ റോഡിൽ ആനക്കുഴിക്കര മുതൽ ചെറുപ്പ വരെയുള്ള ഭാഗം ക്രമ നമ്പർ 3 ഉൾപ്പെടുത്തിയിരുന്നു. നിലവിൽ ഭരണാനുമതി നൽകിയതിൽ ഈ ഭാഗം ഉൾപ്പെട്ടിട്ടില്ല. 2 പതിറ്റാണ്ടോളമായി റീടാറിങ്ങോ നവീകരണമോ നടക്കാത്ത ഈ ഭാഗത്ത് മെഡിക്കൽ കോളേജ് മുതൽ ആനക്കുഴിക്കര വരെയുള്ള ഭാഗത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ടാറിംഗ് നടത്തിയിരുന്നു. ചെറുപ്പ് മുതൽ മാവൂർ വരെയുള്ള റോഡിൽ യാത്ര ഇതിനേക്കാൾ ദുഷ്കരമാണ്. ഈ ഭാഗം നവീകരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗം പ്രപ്പോസൽ സമർപ്പിച്ചതാണ്. മെഡിക്കൽ കോളേജ് മാവൂർ റോഡിൽ പൊതുവെ വീതി കുറവുള്ള ഭാഗമാണിത്. വർഷം തോറും ഓട്ടയടക്കൽ മാത്രം നടത്തിയ റോഡിൽ ഇരുചക്രവാഹന യാത്ര ഏറെ ദുഷ്കരമാണ്. ഈ ഭാഗം വീതി കൂട്ടി നവീകരിക്കുന്നതിന് പുതിയ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ടെന്ന് MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.